ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കട്ടെ. ഫുഡിന് സ്പെഷ്യൽ ചക്കക്കൂട്ടാനും മത്തൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പിലിട്ടതുണ്ടായിരുന്നു, ബത്തൽ വരട്ടിയതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് പാറക്കുട്ടീനെ ഞാനും ഏട്ടനും കൂടിയും കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്കൂളിൽ കുട്ടികൾ കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അങ്ങനത്തെ പാറക്കുട്ടി ഞങ്ങളെ അച്ഛനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് ആൾ. ഞങ്ങൾ കൊണ്ടുവരുന്ന അവൾക്ക് അറിയില്ലായിരുന്നു ഓട്ടോ വരുന്ന വിചാരിച്ചിട്ടുള്ളത്. അങ്ങനത്തെ അവൾക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ. എന്തോർത്ത് എൻ്റെ അച്ഛൻ എവിടെ ആലോചിച്ചോ ഉമ്മട്ടിയാ ഒരു ഉമ്മണ്ടാ ഓ അങ്ങനെ അത് അച്ഛനോട് പറയാനുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞതാ. പാറുക്കുട്ടി ബാഗൊക്കെ ബാക്കിൽ വെച്ചതാ. ആദ്യം പാറു ബാക്കിലിരുന്ന് ഒരുപാട് കളി കളിച്ചിട്ടുണ്ടായിരുന്നു. കുത്തിമറയിലും അതും ഇതായിട്ട് കുറേ കളി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പിയിലായിട്ട് ആൾ. അങ്ങനെ അവൾ ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മാങ്ങാ ജ്യൂസും ഞാൻ അവക്കാഡോ ജ്യൂസും ഏട്ടൻ പപ്പായ ജ്യൂസുമാണ് കുടിച്ചിട്ടുള്ളത്. പിന്നെ മോമോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കടി ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. ഈ കടി ചിക്കൻ്റെ ഒരു കടിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കനൊക്കെ ഉണ്ടായിരുന്നതിൽ. പിന്നെ അവക്കാഡോ ജ്യൂസ് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഷെയ്ക്കായിട്ടാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് എനിക്കൊരു ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഒരു സൈഡിലായിട്ടൊരു റംബൂട്ടാൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റംബൂട്ടാൻ്റെ ആളാട്ടോ. ഞങ്ങളെല്ലാവരും റംബൂട്ടാൻ്റെ ആളാണ്, ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ പാറക്കുട്ടി അതിൻ്റെ മരമാണ്, അത് കവർ കൊണ്ടുവച്ചാൽ ഫുള്ളാക്കിക്കോളും. അങ്ങനെ ഞങ്ങൾ വാങ്ങിയതാ. ഇപ്പം ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു എക്സസൈസ് ചെയ്യണ ഈ ഒരു സാധനത്തിലുണ്ടല്ലോ. പാറക്കുട്ടി കുറേ ദിവസമായി അച്ഛൻ വരുന്നതിൻ്റെ മുന്നേ പറയാൻ തുടങ്ങിയിട്ട് ഇതിലൊന്ന് ആടണം, ഇതിൽ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് നേരം അതിൽ എൻജോയ് ചെയ്തിട്ടോ. അങ്ങനെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ അതിനായിട്ട് സമയം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ആദ്യക്കൂട്ടം ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ട്, അപ്പോൾ അങ്ങനെ ആദ്യക്കൂട്ടനും ചെറുതായിട്ട് ആട്ടി കൊടുക്കണം. അവൻ്റെ ഇഷ്ടം, അവൻ്റെ സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ അവനും നാട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവനെ അവിടെ നിന്ന് പോരുന്നില്ലായിരുന്നു, ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ അവരെത്തി. പിന്നെ ചെറിയൊരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ടത് വാങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ മാങ്ങ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ മാങ്ങ വാങ്ങിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങ. പിന്നെ പാറക്കുട്ടിക്ക് കുറച്ച് മാലയും വളകളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ പോകുന്നതുകൊണ്ട് മാലയും വളകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് ചെറിയൊരു ഫാൻസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാറു ചെറിയൊരു ചീർപ്പെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാവക്കുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് 2-3 സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അച്ഛനും മകനും ചെറിയൊരു സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാറക്കുട്ടി പഠിക്കാനിരിക്കുന്നുണ്ട്. ഏട്ടനാണെന്ന് പഠിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു. പഠിപ്പിച്ച കാര്യങ്ങളും എല്ലാതും അവൾ നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടത് ആദ്യക്കുട്ടനും പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാറക്കുട്ടിനെ കണ്ടിട്ട് ആദ്യക്കുട്ടനും പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഗുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് എഴുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബി ആട്ടോ, വലിയ അക്ഷരം ബിയും ചെറിയ അക്ഷരം ബി ആണെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വൃത്തിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. 2 ദിവസം ക്ലാസ്സിൽ പോകാനില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ.